ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു കടക് ചായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. കാരണം ഇവിടെ ലോക്ക്ഡൗണൊക്കെ കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഓഫീസിൽ പോകണം. അന്നേരം ജോലിയുടെ തിരക്ക് കാരണമാണ് ഇപ്പം വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് ഐറ്റമായിട്ടാണ്. ഇവിടെ മിഡിൽ ഈസ്റ്റിലൊക്കെ സർവ്വസാധാരണമാണ് ഗ്രില്ല്, ചാർക്കോള്, കബാബ്സ് അങ്ങനെയുള്ള പല അറബിക് ഫുഡ് ഇവിടെ ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് അതുപോലുള്ളൊരു അറബിക് റെസിപ്പി നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നിങ്ങളെ കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് നമുക്ക് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് നല്ലതായിട്ട് ചതച്ചെടുക്കണം ആദ്യമേ. ഇത് അത്യാവശ്യം നല്ലതായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ചിക്കൻ എടുത്തിട്ട് ചിക്കൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ട് മസാലയൊക്കെ അതിനകത്ത് കയറി നല്ലതായിട്ട് പിടിക്കും. അതിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനെ ചെറുതായിട്ട് കൊടുത്താൽ മതി. വലിയ ആഴത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തൈരായിട്ട് എടുക്കുന്നത്. ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് കുറച്ച് ചിക്കൻ മസാല ഇടാം. ഇതാകുമ്പോൾ ഒരു ക്വിക്ക് ഇൻഗ്രീഡിയൻ്റ് ആണ്. അത്യാവശ്യം നമുക്ക് മെയിനുള്ള മസാലയൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന സാധനം, ഈ മസാല അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഡിഫറെൻറ്റ് സ്റ്റൈലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നല്ല ഏലക്കയുടെ മണമൊക്കെ കിട്ടും. പ്ലസ് പിന്നെ കുരുമുളകിൻ്റെ ഒരു ചെറിയ എരിയൊക്കെ കിട്ടും. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കാരണം നമ്മൾ ആ ചതച്ച് വെച്ചതിനൊക്കെ നല്ലതായിട്ട് തൈരുമായിട്ട് നല്ലതായിട്ട് മിക്സ് ആകണം. എന്നാലേ അത് അരപ്പൊക്കെ തേച്ച് റെഡിയാക്കുമ്പോൾ അത് നല്ലതായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ. ഇനി കുറേശ്ശെ നമുക്ക് ബാക്കിയുള്ള മസാലാസ് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള നോർമൽ മസാലാസുകൾ ഏതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത് അതെല്ലാം നമുക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇച്ചിരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ആണ്. ഇതൊക്കെ ഓപ്ഷൻസ് ആണ്. നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു എൻ്റേതായ സ്റ്റൈലിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് ഞാൻ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പേസ്റ്റിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. മിക്കവാറും എല്ലാ മസാലയും ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ വെച്ചേക്കുന്ന ഈ ചിക്കനകത്തോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നാൽ നല്ലതായിട്ട് സെറ്റാവണം. അതിൻ്റെ കട്ടിങ്സിലെല്ലാം അകത്തോട്ടെല്ലാം നല്ലതായിട്ട് കയറി അത് ഫുള്ള് പിടിച്ചിരിക്കണം. എന്നാലേ അതിൻ്റെ നല്ലൊരു കോട്ടിങ് കിട്ടത്തുള്ളൂ. ആ കോട്ടിങ് കിട്ടിയാലേ ചിക്കൻ ഒരു ഉഷാറായി വരത്തുള്ളൂ. നല്ലതായിട്ട് തേക്കാണ്, റെഡിയാക്കി എടുക്കണം 2 സൈഡും. അത്യാവശ്യം മസാലയൊക്കെ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഫുള്ള് 2 സൈഡ് നല്ലതായിട്ട് സൂപ്പറായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കിത് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മൈക്രോവേവ് ചൂടാക്കാം. ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഇതിപ്പോൾ മൈക്രോവേവ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം കുറച്ച് നേരത്തേക്ക്. ഞാനിപ്പോൾ ഈ ഒരു ഡിഷാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട്. കാരണം ഇതിൻ്റെ മുകളിൽ ഫോയിൽ പേപ്പറൊക്കെ വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ അതിനകത്തുള്ള ഈ ഫാറ്റൊക്കെ ഉരുകി ഇറങ്ങും. അന്നേരം അത് മൊത്തം നമുക്ക് ഈ ഫോയിൽ പേപ്പറിൽ കിട്ടുക. നമുക്കതുപോലെ എടുത്ത് കളയാം. എന്നിട്ട് ബേസ് എന്ന് ഉപയോഗിക്കുന്നത് ഈ വെജിറ്റബിൾസും ഓണിയൻസും ക്യാപ്സിക്കും ഒക്കെയാണ്. അന്നേരം അതൊരു ലെയർ ഞാൻ ആദ്യം ഒരു ലെയർ ഉണ്ടാക്കുക. ലെയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ചിക്കനും കൂടെ കിട്ടും. ഒരു വേറൊരു രീതിയിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി ലെയറൊക്കെ ഉണ്ടാക്കുകയാണ്. അത്യാവശ്യം ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം അത് കുക്ക് ചെയ്യുമ്പം ഉപ്പൊക്കെ ചേർന്ന് അടിപൊളിയാവും. ഇതിനകത്ത് എന്നുവെച്ചാൽ ഹണി കറി എന്ന് പറയുന്നൊരു സ്പ്രേ ആണ്. ബാർബിക്യൂ സ്പ്രേ ആണ്. ജസ്റ്റ്
ഇൻസ്റ്റൻറ്റ് സ്പ്രേയാണ്, ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ ഓപ്ഷനാണ് കേട്ടോ, നിങ്ങളത് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, ഇതൊക്കെ നിങ്ങളുടെ അവൈലബിലിറ്റിയുടെ അനുസരിച്ച് ചെയ്താൽ മതി. ഇനി ചിക്കനൊക്കെ ഞാൻ അത്യാവശ്യം വെക്കുകയാണ്. അത്യാവശ്യം ചിക്കൻ നമ്മൾ ട്രൈക്കകത്ത് കൊള്ളുന്നുണ്ട് പ്രോപ്പറായിട്ട്. ഞാൻ വിചാരിച്ചത് കൊള്ളത്തില്ലായിരിക്കുന്നു, പക്ഷേ അത്യാവശ്യം കറക്റ്റ് പാകത്തിനുള്ള ട്രൈ എന്തെങ്കിലും എടുത്തേക്കുന്നത്. ഇപ്പം ചിക്കൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. ചിലർ നോർമൽ ഓയിൽ ആഡ് ചെയ്യും, ചിലർ ബട്ടർ ആഡ് ചെയ്യും, ചിലർ ഗീ ഒഴിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ എന്തായാലും അതിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒലിവ് ഓയിൽ വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഈ സാധനം ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണത്. ഇപ്പോൾ നമ്മുടെ മൈക്രോവേവ് അത്യാവശ്യം പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി, കൂടുതലൊന്നും വെക്കേണ്ട. നമ്മുടെ ബേക്കൊക്കെ ചെയ്യുമ്പോഴേ കൂടുതലായിട്ടും പ്രീ ഹീറ്റ് കൂടുതൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഗ്രില്ലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അധികം നേരം പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ എല്ലാം നമ്മുടെ ചിക്കനെ ഇതിനകത്തോട്ട് കയറ്റിയാലോ. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ലെവലാക്കി വെക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ലെഫ്റ്റ് റൈറ്റൊക്കെ മാറിപ്പോയാൽ അതിൻ്റെ കുക്കിങ് കൂടുതലും കുറവായി പോകും. കറക്റ്റ് സെൻറ്ററിൽ വെക്കാൻ ശ്രമിക്കണം. ചിലവരൊക്കെ ബേക്കും ചെയ്യും, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബേക്ക് ചെയ്യാൻ, ഗ്രില്ല് ചെയ്യാം. ഞാൻ ഗ്രില്ലാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് 20 മിനിറ്റ്സ് വെച്ചേക്കാം. ഒരു സൈഡായിട്ടുണ്ട്, ജസ്റ്റ് മറ്റേ സൈഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ജസ്റ്റ് ഞാൻ തിരിച്ചിടുക. നമുക്കല്ലാതെ തന്നെ അതിനെ തന്നെ തിരിച്ചിടാതെ നമുക്ക് കുക്ക് ചെയ്യാം, പക്ഷേ അതിൻ്റെ വേവൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിപ്പം ഞാൻ നല്ല ഫുള്ള് ബ്രസ്റ്റ് പീസ് വെച്ചേക്കുന്നതുകൊണ്ട് കുക്ക് ചെയ്യാൻ പാടായിരിക്കും രണ്ട് സൈഡും ഒരേപോലെ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് തിരിച്ചിടാമെന്ന് വിചാരിച്ചത്. നമ്മൾ വീണ്ടും ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും ഒരു അനദർ 10 to 15 മിനിറ്റ്സ് നമുക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. അപ്പോഴത്തേനത് ഏകദേശം ഫുള്ള് റെഡി ആകും. ഓക്കെ, ഇച്ചിരി അടച്ചു ചേക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇവൻ്റെ വേവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, എവിടം വരെ ആയെന്ന്. സംഭവം കൊള്ളാലോ, അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. താഴെ ഇരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം പ്രോപ്പറായിട്ടത് ഗ്രില്ലായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബ്രസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഒന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാലോ. ഇനി പ്ലേറ്റിംഗ് ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ ചിക്കൻ ഗ്രില്ല് റെഡിയാണ്. ഇതിപ്പോൾ ഹുമൂസിൻ്റെ കൂബൂസിലൂടെയൊക്കെ നമുക്ക് കഴിക്കാം, നമുക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാം. നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, എൻജോയ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ചിക്കൻ ഗ്രില്ല്. ഇത് എൻ്റേതായ റെസിപ്പിയാണ്. എൻ്റെ രീതിയിൽ ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് വേരിയേഷൻസ് വരാം. ഈവൻ മസാലയാണെങ്കിലും അതിനകത്തെല്ലാം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് റേഞ്ചിൽ ചെയ്യുന്നേ ഉള്ളൂ, കാരണം ഇൻഡോറായിട്ട് നമുക്കിപ്പം ഇത് അവൈലബിൾ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ബാർബിക്യൂ ട്രേ ഉണ്ട്, അതിനകത്ത് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലാണെങ്കിൽ തവയിലൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വാഴയിലൊക്കെ പൊതിഞ്ഞ് ചെയ്യാം. അങ്ങനെ പല രീതിയിലും ചെയ്യാം. പ്രൊസീജിയർ എല്ലാം ഒരുപോലെ ഉള്ളൂ, ഡിവൈസ് മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വാച്ച് കടക് ചായ വൈൽ യു ഡ്രിങ്ക് കടക് ചായ.